വെൽക്കം ടു പോളിടെക്നിക്. നമുക്ക് വിൻഡോസ് 11 വളരെ ലൈറ്ററായിട്ടുള്ളൊരു വെർഷൻ ഇന്നൊരു സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതിൻ്റെ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ വിൻഡോസ് 11 നമുക്കറിയാമല്ലോ, വിൻഡോസ് 10 കഴിഞ്ഞ് ഇപ്പോൾ വിൻഡോസ് 11 എത്തി. വിൻഡോസ് എക്സ് ലൈറ്റ് ഒപ്റ്റിമം 11 എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ് നമ്മളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് കാണിക്കുന്നത്. ഒരു വിൻഡോസ് 11 തന്നെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിൻ്റെ വീഡിയോയും അതിൻ്റെ കുറച്ച് അഡ്വാൻറ്റേജസുമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ തന്നെ വിൻഡോസ് 11 മിനിമം റിക്വയർമെൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമ്മുടെ ഓൾഡർ സിസ്റ്റംസ് ഒന്നും ഇത് സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ വിൻഡോസ് 11 നമുക്ക് ഉപയോഗിക്കാൻ ആഗ്രഹമുണ്ട്, എന്നാൽ അതിന് നമ്മുടെ സിസ്റ്റം റിക്വയർമെൻറ്റ്സ് പോരായിക വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗ്ഗമാണിത്. വിൻഡോസ് എക്സ് ലൈറ്റ് നമുക്ക് ഉപയോഗിക്കാം. വിൻഡോസ് 11 എല്ലാ ഫീച്ചറും ഉണ്ട്, എന്നാൽ അത് മിനിമം സിസ്റ്റം റിക്വയർമെൻറ്റിൽ വർക്ക് ചെയ്യുന്ന രീതിയിൽ വിൻഡോസുകാർ തന്നെ ഇറക്കിയേക്കുന്നൊരു വെർഷനാണ്. കസ്റ്റമൈസ്ഡ് വെർഷനാണ്. വിൻഡോസ് 11 കസ്റ്റമൈസ് ചെയ്ത് കുറേ കാര്യങ്ങൾ കുറച്ചിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. നമ്മളിപ്പോൾ വിൻഡോസ് എക്സ് ലൈറ്റിൻ്റെ ടാസ്ക് മാനേജറിലാണ് നിൽക്കുന്നത്. എക്സ് ലൈറ്റിൻ്റെ ടാസ്ക് മാനേജറും വിൻഡോസ് 11 റെഗുലറായിട്ടുള്ള ടാസ്ക് മാനേജറും കൂടി വെച്ച് നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, വലത് സൈഡിൽ കാണുന്നത് വിൻഡോസ് 11 റെഗുലറായിട്ടുള്ളൊരു ടാസ്ക് മാനേജറും ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് വിൻഡോസ് എക്സ് ലൈറ്റിൻ്റെ ടാസ്ക് മാനേജറുമാണ്. ഇത് കണ്ടില്ല, ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സ് വിൻഡോസ് 11 നമുക്ക് വരുന്നത് 41 ആണ്. ഒരു ഏകദേശം മറ്റ് പ്രോസസ്സ് ഒന്നും ഇല്ലാണ്ട് തന്നെ നമ്മൾ വെറുതെ ഡെസ്ക്ടോപ്പിൽ നിൽക്കുമ്പോൾ 41 ആണ് ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സ് കാണിക്കുന്നത്. എക്സ് ലൈറ്റിൽ 12 ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സുകളേ ഉള്ളൂ. അപ്പോൾ അവിടെ തന്നെ അത്രയും പ്രോസസ്സറിൻ്റെ യൂസേജ് കുറഞ്ഞു, മെമ്മറി യൂസേജ് അത്രയും കുറഞ്ഞു. ബാക്കി ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിൻഡോസിൻ്റെ പ്രോസസ്സുകൾ 91 പ്രോസസ്സാണ് വിൻഡോസ് 11 വർക്ക് ചെയ്യുന്നത്. 39 വരുന്നുള്ളൂ നമുക്ക് ഈ എക്സ് ലൈറ്റിനകത്ത്. അപ്പോൾ അവിടെയും നമുക്ക് അത്രയും മെമ്മറി യൂസേജ് കുറയുന്നുണ്ട്, അതേപോലെ CPU യൂസേജ് കുറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സിസ്റ്റം ഒന്നുകൂടി സ്പീഡാവും. അപ്പോൾ നമ്മൾ CPU യൂസേജ് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു i5 ഉള്ള സിസ്റ്റത്തിലാണ്. കണ്ടില്ലേ അതിൻ്റെ യൂസേജ് കാണിക്കുന്നത്, രണ്ട് മോഡലിലും വ്യത്യാസം. പ്രോസസ്സ് ഇവിടെ 163 എക്സ് ലൈറ്റിനകത്ത് 53 പ്രോസസ്സേ വരുന്നുള്ളൂ ഇപ്പോൾ ഈ കണ്ടീഷനിൽ വർക്ക് ചെയ്യേണ്ടിയിരിക്കുന്നത്. അതേപോലെ അതിൻ്റെ ത്രെഡ്സ് ഹാൻഡിൽ ചെയ്യുന്നത് നോക്കിയാൽ 2217 വരുന്നത്, ഇവിടെ ത്രെഡ്സ് 723 ത്രെഡേ അത് ഹാൻഡിൽ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അത്രയും ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഹാൻഡിൽസ് കണ്ടില്ലേ 72,000 ആണ്, ഇവിടെ വരുന്നത് 24,000 ഉള്ളൂ. അപ്പോൾ അത്രയും വ്യത്യാസമാണ് ഇത് വർക്ക് ചെയ്യുന്നത്. എന്നാൽ രണ്ടും സെയിം വിൻഡോസ് 11 തന്നെയാണ്. ഇത് ചെറിയ പഴയ മോഡൽ സിസ്റ്റത്തിലൊക്കെ നമുക്ക് ലാപ്ടോപ്പിലായാലും ഡെസ്ക്ടോപ്പിലായാലും എല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. മെമ്മറി യൂസേജ് നോക്കിയാൽ 4GB നമുക്ക് 1GB ആകെ യൂസ് വരുന്നുള്ളൂ. 800 MB 1GB വരും. ഇതിപ്പോൾ 9GB-യോളം 10GB-യോളം തന്നെ വിൻഡോസ് 11 നോർമലിൽ ഉപയോഗം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വളരെ ലൈറ്റായിട്ടുള്ള ഒരു 2GB റാം ഉള്ള സിസ്റ്റത്തിൽ വരെ നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. നമ്മളതിനെ ആദ്യം ചെയ്യേണ്ടത് ഗൂഗിളിൽ ചെല്ലുക, വിൻഡോസ് എക്സ് ലൈറ്റ് ഒപ്റ്റിമം 11 എന്ന് ഗൂഗിൾ ചെയ്യുക. ഗൂഗിൾ ചെയ്യുമ്പോൾ വരുന്ന ലിങ്കിൽ കയറിയിട്ട് വിൻഡോസ് എക്സ് ലൈറ്റ് ഒപ്റ്റിമം 11 അതിൻ്റെ വെർഷൻ 23H2 Pro വെർഷനാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ഉള്ളത്. നമുക്ക് ആ സൈറ്റിൽ നിന്ന് ഡീറ്റെയിൽസ് എല്ലാം നോക്കാം. നമുക്കത് വായിച്ച് നോക്കണമെങ്കിൽ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ വായിച്ച് നോക്കാൻ പറ്റും. അതിൻ്റെ വിൻഡോസ് 11 ബിൽഡ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ എടുക്കുന്നു. അതിനകത്ത് ഇത്രയും ഓപ്ഷൻസ് ഉണ്ട്. 22H2 ഉണ്ട്, 23H2 ഉണ്ട്, 24 ആണ് ലേറ്റസ്റ്റ്. നമുക്ക് 24 എടുക്കാം. 24H2 ബിൽഡ് പുതിയ ബിൽഡാണ്. അതിനകത്ത് തന്നെ രണ്ട് ഓപ്ഷൻ ഉണ്ട്, ഒപ്റ്റിമം ഹോമും ഉണ്ട്, പ്രോയും ഉണ്ട്. നമുക്ക് പ്രോ എടുക്കാം. പ്രോ ആയിരിക്കും കൂടുതൽ ഓപ്ഷൻസ് ഉള്ളത്. പ്രോ എടുക്കുന്നു. പ്രോയുടെ ഏറ്റവും പുതിയ വെർഷൻ അതിൽ തന്നെ ന്യൂ കാണിച്ചിട്ടുണ്ട് 4.3. നമുക്ക് 4.3 ഡൗൺലോഡ് ചെയ്യാം. നമ്മുടെ റെഗുലർ ആയിട്ടുള്ള വിൻഡോസ് 11 നമുക്കൊരു 5GB അപ്രോക്സിമേറ്റ് സൈസ് വരുന്നതാണ്. നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ തന്നെ കാണാം, നമുക്കൊരു ഡയറക്റ്റ് ഡൗൺലോഡ് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. 2.6GB വരുന്നുള്ളൂ. 2.6GB നമ്മളത് ഡൗൺലോഡ് ചെയ്യുന്നു. നമ്മുടെ നെറ്റിൻ്റെ സ്പീഡ് അനുസരിച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. 5Gയോ അല്ലെങ്കിൽ ബ്രോഡ്ബാൻഡോ ഏതാ ഉപയോഗിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങളുടെ സ്പീഡ് അനുസരിച്ച് തന്നെ അത് ഡൗൺലോഡായി വരും. ഇതൊരു സിപ്പ് ഫയലായിട്ടാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത്. നമുക്ക് റാർ ചെയ്യാം. വിൻസിപ്പോ വിൻറാറോ ഉപയോഗിച്ച് നമുക്ക് എക്സ്ട്രാക്റ്റ് ഇവിടെ തന്നെ കൊടുത്ത് എക്സ്ട്രാക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫോൾഡർ വരും. ഫോൾഡർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഒരു ISO ഫയൽ ഫോൾഡറിൻ്റെ ഉള്ളിലുണ്ട്. ISO ഫയൽ കണ്ടില്ലേ, ഏറ്റവും ആദ്യം കിടക്കുന്നതാണ് അതിൻ്റെ ISO ഫയൽ. പിന്നെ റുഫൂസ് ഉണ്ട്. റുഫൂസ് വെച്ചിട്ട് നമുക്കിത് വേണമെങ്കിൽ പെൻഡ്രൈവ് ബൂട്ടബിൾ പെൻഡ്രൈവ് ക്രിയേറ്റ് ചെയ്യാനുള്ള ടൂളാണ്. നമുക്ക് വേണമെങ്കിൽ പിന്നീടൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ നമുക്കിപ്പോൾ പെൻഡ്രൈവിലേക്ക് ആക്കാത്ത രീതിയിൽ നമുക്ക് ചെയ്യാം. നമ്മൾ ഒറാക്കിളിൻ്റെ
നമുക്ക് വിർച്വൽ മെഷീനാക്കി ചെയ്തിട്ട് വിർച്വൽ മെഷീനകത്തേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നൊരു സ്റ്റെപ്പാണ് നമ്മൾ കാണിക്കുന്നത്. വിൻഡോസ് നിന്നുകൊണ്ട് തന്നെ വിർച്വൽ മെഷീനായിട്ട് ചെയ്യുന്നൊരു സ്റ്റെപ്പ് വേണമെങ്കിൽ ഈ ഒറാക്കിളിൻ്റെ ഈ വിർച്വൽ മെഷീൻ്റെ ഒരു വീഡിയോ നമുക്ക് പിന്നീട് ചെയ്യാവുന്നതാണ്. നമ്മളതിനകത്തേക്ക് സോഴ്സ് കാണിച്ചു കൊടുത്ത് ബൂട്ടബിൾ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിം നമ്മൾ ഈ സ്ക്രീനിൽ നിന്നുകൊണ്ട് വിർച്വൽ ബോക്സിൽ നമുക്കത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. വിർച്വൽ ബോക്സിൽ 2 ഓപ്ഷനുണ്ട്. അതിനകത്ത് തന്നെ ഡിഫൻഡർ ഓഫാക്കിയും ഓണാക്കിയും ഉണ്ട്. വിൻഡോസ് ഡിഫൻഡർ ഓഫാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നുകൂടി ലൈറ്റ് വെയിറ്റ് ആവും. അപ്പോൾ വിൻഡോസിന് അത്രയും കൂടി ലൈറ്റ് വെയിറ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും ഡിഫൻഡർ ഓഫ് ആക്കി കഴിഞ്ഞാൽ. പക്ഷേ ഡിഫൻഡർ ഓൺ ആക്കി കിട്ടുന്നതാണ് എപ്പോഴും സെക്യൂരിറ്റി, ആൻറ്റിവൈറസിൻ്റെ ഒരു ഫീച്ചർ കൂടി കിട്ടുന്നതുകൊണ്ട് ഡിഫൻഡർ ഓൺ ആക്കിയിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. ഡിഫൻഡർ ഓൺ ആക്കിയിട്ട് നമുക്കിപ്പോൾ നോക്കാം. ഡിഫൻഡർ ഓൺ ആക്കിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻറ്റിവൈറസിൻ്റെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സുകളും കൂടി എക്സ്ട്രാ വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അത് ഓഫാക്കാനുള്ളൊരു ഓപ്ഷൻ കൂടി ഈ ഇൻസ്റ്റലേഷൻ ഫയലിൽ കൊടുത്തിരിക്കുന്നത്. നമ്മളത് ഓണായിട്ടുള്ള മോഡ് സെലക്ട് ചെയ്തു, നമ്മൾ നെക്സ്റ്റ് കൊടുത്തു. നമ്മളിപ്പോൾ ഓഫാക്കി തന്നെ നോക്കാം. എനിക്ക് ഓഫാക്കി ഇട്ടു, നെക്സ്റ്റ് കൊടുത്തിട്ട് ഇതിപ്പോൾ വിർച്വലാണ്. വിർച്വൽ ഇട്ടേക്കുന്നതുകൊണ്ട് തന്നെ അതിനകത്ത് നമ്മൾ അലോക്കേറ്റ് ചെയ്തേക്കുന്ന സൈസിൽ 80 GB ആണ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ 80 GB നമുക്കൊരു 80 GB തന്നെ അപ്ലൈ കൊടുത്തിട്ട് അതിനകത്തേക്ക് നോക്കാം. അപ്പോൾ പാർട്ടീഷൻ ടേബിൾ അതുപോലെ തന്നെ ക്രിയേറ്റ് ആയി വരും. നമ്മൾ ആ പാർട്ടീഷനിലേക്ക് 80 GB പാർട്ടീഷനകത്തേക്ക് ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. ഇത് ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ പെൻഡ്രൈവിലൊന്നും ചെയ്യുന്ന പോലെ അരമണിക്കൂറോ അല്ലെ അതിൽ അടുത്തൊന്നും താമസമില്ല. ഇത് പെട്ടെന്ന് തന്നെ വളരെ പെട്ടെന്ന് തന്നെ എൻ്റെ ഇൻസ്റ്റലേഷൻ പ്രോസസ്സുകൾ കംപ്ലീറ്റ് ചെയ്യും. അതിൻ്റെ അവസാന സ്റ്റെപ്പിൽ എൻ്റെ യൂസർ നെയിമും പാസ്വേഡ് അടിക്കുന്നതും അതിൻ്റെ വിൻഡോസ് ലോഗിൻസ് ക്രിയേറ്റ് ചെയ്യുന്നതും അതേപോലെയുള്ള കാര്യങ്ങളൊന്നുമില്ല. എല്ലാം സ്കിപ്പ് ചെയ്ത് ഇൻസ്റ്റലേഷൻ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇൻസ്റ്റലേഷൻ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എൻ്റെ ഡെസ്ക്ടോപ്പിലേക്ക് വരാം. ഡെസ്ക്ടോപ്പിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് കാണാം. ഇതിൻ്റെ ഉപയോഗം നമുക്ക് വരുന്നത് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞല്ലോ. ഇപ്പോൾ H61ൻ്റെ ബോർഡ്, H81ൻ്റെ ബോർഡ്, H110ൻ്റെ ബോർഡ്, H310ൻ്റെ ബോർഡ് അതേപോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഇതാണ്. നമ്മൾ എൻ്റെ ഡെസ്ക്ടോപ്പിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് എൻ്റെ ഡെസ്ക്ടോപ്പ് വരുന്നത്. ഒരു റീസൈക്കിൾ പിന്നും എക്സ്ട്രാ ഇൻഫോ എന്ന് പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ ഇട്ടിട്ടുണ്ട്. നമുക്കിപ്പോൾ പ്രിൻ്റർ ഉപയോഗിക്കേണ്ട കാര്യങ്ങൾ, പ്രിൻ്റർ പരമാവധി പ്രോസസ്സുകൾ, ഇതിനകത്ത് കുറേ പ്രോസസ്സുകളുണ്ട് വിൻഡോസിൽ തന്നെ. പക്ഷേ വിൻഡോസ് 11 നമ്മൾ റെഗുലറായിട്ട് ചെയ്യുമ്പോൾ ഉള്ള കുറേ പ്രോസസ്സുകൾ ഇത് ഡിസേബിൾ ചെയ്ത് വെച്ചിട്ട് നമുക്ക് ലൈറ്റ് വെയിറ്റ് ആക്കിയേക്കാണ്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് ഇൻസ്റ്റാൾ ചെയ്ത് എടുക്കാം. അതേപോലെ വളരെ ആവശ്യമില്ലാന്നുള്ള നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കാത്ത കുറേ കാര്യങ്ങൾ ഒഴിവാക്കിയിട്ടുമുണ്ട്. പക്ഷേ അത് നമ്മുടെ ഒരു സാധാരണ ഉപയോഗം, നമ്മളൊരു ഓഫീസിലെ ഉപയോഗം അല്ലെങ്കിൽ ഒരു വീട്ടിലെ ഉപയോഗത്തിനൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങളല്ല ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളത്. വിൻഡോസ് 11 തന്നെ ഉണ്ടെങ്കിൽ നമ്മളത് ഉപയോഗിക്കാത്ത ഫീച്ചറുകൾ മാത്രമാണ് ഒഴിവാക്കിയിട്ടുള്ളത്. വിൻഡോസ് 10 അതുപോലെ തന്നെ 10 നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതിനകത്ത് എന്തോരം ഫീച്ചേഴ്സ് ഉണ്ടോ അതിലെത്ര ഒരു വളരെ ചെറിയൊരു പെർസെൻറ്റേജ് മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. നമുക്ക് അതിൻ്റെ ഓപ്ഷൻസ് എടുത്ത് കഴിഞ്ഞ് കണ്ടില്ലേ. ഇപ്പോൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമാൻഡ് പ്രോംപ്റ്റ് നമുക്ക് അവിടെ നിന്ന് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. കൺട്രോൾ പാനൽ തന്നെ അതിലെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. കിൽ അൺറെസ്പോൺസീവ് ടാസ്ക്, അത് നമ്മൾ വളരെ പാടുപെട്ട് പഴയ സിസ്റ്റത്തിലൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്കറിയാമല്ലോ. ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റെസ്പോണ്ട് ചെയ്യാണ്ട് നിന്ന് കഴിയുമ്പോൾ നമ്മൾ ഓൾട്ട് കൺട്രോൾ ഡിലീറ്റ് അടിച്ച് ടാസ്ക് മാനേജറിൽ പോയി അവിടെ നിന്ന് ഫയൽ എടുത്ത് കില്ല് ചെയ്ത് പ്രോസസ്സ് എടുത്ത് കില്ല് ചെയ്ത് കളയുന്ന ആ ഒരു സ്റ്റെപ്പൊന്നും വേണ്ട. നമുക്ക് ഡയറക്റ്റ് ഇവിടെ നിന്ന് തന്നെ എടുക്കാം. കണ്ടില്ലേ, കിൽ അൺറെസ്പോൺസീവ് ടാസ്ക് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഡയറക്റ്റ് കില്ല് ചെയ്യാം. ഇത് നമുക്ക് ഇപ്പോൾ ഉപയോഗിക്കുന്ന സിസ്റ്റത്തിലൊന്നും അങ്ങനെ ഉപയോഗം വരില്ല. ഒത്തിരി പഴയ 2 GB റാമൊക്കെ ഉള്ള പഴയ മോഡൽ സിസ്റ്റത്തിലൊക്കെ ചിലപ്പോൾ Pentium 4 അല്ലെങ്കിൽ പഴയ ഡ്യുവൽ കോറോ സെലിറോണോ അതുപോലെയുള്ള സിസ്റ്റത്തിൽ, അല്ലെങ്കിൽ AMDയുടെ സെംബ്രോൺ അതേപോലെയുള്ള പ്രോസസ്സറൊക്കെ ഉള്ള സിസ്റ്റത്തിലൊക്കെ ഉപയോഗിക്കുമ്പോഴായിരിക്കാം ചിലപ്പോൾ ഈ റെസ്പോണ്ട് ചെയ്യാത്ത ഇഷ്യൂസൊക്കെ വരുള്ളൂ. അല്ലാതെ വലിയ പ്രശ്നം വരുമെന്ന് തോന്നുന്നില്ല. നമുക്കിപ്പോൾ ഓരോ സിസ്റ്റത്തിലും ചെയ്ത് നോക്കാം. നമ്മളിപ്പം ലൈറ്റ് വെയിറ്റ് ആണെങ്കിലും നമ്മളിത് ചെയ്തേക്കുന്നത് i5 ഉള്ളൊരു സിസ്റ്റത്തിൽ തന്നെയാണ്. നമുക്ക് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സിസ്റ്റത്തിൽ നമുക്ക് വേണമെങ്കിൽ പിന്നീട് ചെയ്ത് നോക്കാം. അതിൻ്റെ ഒരു വീഡിയോ ഇട്ട് തന്നെ നോക്കാം. ലൈവായിട്ട് തന്നെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്കൊന്ന് നോക്കാം അത് പിന്നീടൊരു വീഡിയോയിൽ. ഇപ്പോൾ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയി നമുക്ക് കമാൻഡ് പ്രോംപ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് അതിൻ്റെ വെർഷൻ നോക്കിക്കഴിഞ്ഞാൽ വിൻഡോസ് എക്സ് ലൈറ്റ് ഒപ്റ്റിമം 11 എന്നാണ്. അതിൻ്റെ ബിൽഡും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ, പുതിയ ബിൽഡ് തന്നെയാണ്. ഡീറ്റെയിൽസ് നമുക്കവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ് എക്സ്ട്രാസിലുള്ള ഓപ്ഷൻസ്. ഡെസ്ക്ടോപ്പ് ഷോർട്ട് കട്ട് നമുക്ക് എടുക്കാനുള്ള ഓപ്ഷനുണ്ട്. അതേപോലെ യൂസർ നെയിം, നമുക്ക് യൂസർ നെയിം അഡ്മിൻ എന്നുള്ളത് മാറ്റാനുള്ള ഓപ്ഷൻസ്, അതിന് പാസ്വേഡ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ്, അതെല്ലാം ഇതിനകത്ത് തന്നെ ഉണ്ട്. എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. പിന്നെ ഇതിനകത്ത് വരുന്നത് എനേബിൾ പ്രിൻറ്റിങ്. നമ്മൾ വീട്ടിൽ പ്രിൻ്ററൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓഫീസിൽ പ്രിൻ്ററൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എനേബിൾ പ്രിൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അതിൻ്റെ പ്രിൻ്ററിൻ്റെ ഡ്രൈവർ സൈഡിയൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് തുടങ്ങാൻ പറ്റും. അതൊക്കെ ഡിഫോൾട്ടായിട്ട് ക്ലോസ് ചെയ്ത് വെച്ചേക്കുന്നത് തന്നെ
മൈക്രോസോഫ്റ്റിൻ്റെ സ്റ്റോറാണ്. നമുക്കത് ഇപ്പോൾ ഓഫ് ചെയ്ത് വെച്ചതിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ. ഓഫ് ചെയ്ത് വെച്ചേക്കുന്ന കാര്യം നമുക്ക് അത്രയും പ്രോസസ്സുകൾ കുറക്കാൻ വേണ്ടിയിട്ടാണ്, സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് പഴയ സിസ്റ്റത്തിൽ ഉപയോഗിക്കുമ്പോൾ. ഇതാണ് മൈക്രോസോഫ്റ്റിൻ്റെ സ്റ്റോർ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇൻസ്റ്റാളേഷൻ ഫയൽ ഇതിൽ തന്നെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ബ്രൗസർ നോക്കുവാണെങ്കിൽ വെബ് ബ്രൗസറുകൾ ക്രോമുണ്ട്, എഡ്ജുണ്ട്, ഫയർഫോക്സ് ഉണ്ട്, എല്ലാം ഇതിനകത്തുണ്ട്. നമ്മൾ നെറ്റ് കണക്ട് ചെയ്യുക, ഡയറക്റ്റ് ഇപ്പോൾ നെറ്റിൽ നിന്നാണല്ലോ ഇൻസ്റ്റാളേഷൻ വരുന്നത്, ഡയറക്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക, അത്രയും മാത്രമേ ഉള്ളൂ. ബാക്കി കാര്യങ്ങളെല്ലാം അതിനകത്തുണ്ട്. പിന്നെ അതിൻ്റെ വാൾപേപ്പേഴ്സ് ഉണ്ട്, രജിസ്ട്രികൾ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അതിനകത്തുണ്ട്. ഇത് കണ്ടില്ലേ വാൾപേപ്പേഴ്സ്, 11 വരുന്ന വാൾപേപ്പേഴ്സ് എടുത്ത് കുറച്ച് വ്യത്യാസമുള്ള വാൾപേപ്പേഴ്സൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. രസകരമായ വാൾപേപ്പേഴ്സൊക്കെ തന്നെയാണ് എല്ലാം കൊടുത്തിരിക്കുന്നത്. അങ്ങനെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. നമുക്കിതൊന്നും ചെയ്ത് ഈ ചെറിയൊരു വീഡിയോയിൽ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും കൂടി കാണിക്കാൻ പറ്റത്തില്ല. വേണമെങ്കിൽ നമുക്ക് പിന്നീട് വീഡിയോ ആയിട്ട് ചെയ്യാം. നമുക്ക് കമൻറ്റൊക്കെ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് വീഡിയോ ആയിട്ട് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് നോക്കാം ബാക്കി ഡീറ്റെയിൽസ്. ഇത്രയാണ് നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാനുള്ള പൊതുവായ കാര്യങ്ങൾ.